കർത്താവിൽ പ്രിയരെ, യേശുക്രിസ്തുവിൻ നാമത്തിൽ സ്നേഹവന്ദനം. ഞാനിപ്പോൾ ആയിരിക്കുന്നത് വെയിൽസിലെ റിവൈവൽ നടന്ന സ്ഥലത്താണ്. ഏകദേശം 18 മാസത്തോളം നിലനിന്ന വെയിൽസ് റിവൈവൽ നടന്ന സെൻട്രലിലാണ്, അതിൻ്റെ ആരംഭം കുറിച്ച ഇടത്താണ് ഞാനിപ്പോൾ ആയിരിക്കുന്നത്. എനിക്ക് വലിയൊരു ഭാഗ്യം ദൈവം തന്നു. ബ്രദർ സിജുവിനോടൊപ്പം ഈ സ്ഥലം സന്ദർശിപ്പാൻ അവസരം കിട്ടി. ഞാൻ ബ്ലാക്ക് പൂളിൽ നിന്ന് 5 മണിക്കൂറോളം യാത്ര ചെയ്തുകൊണ്ട് എത്തി. നമുക്കറിയാം, ഇവാൻ റോബർട്ട്സ്, ഞാൻ ബൈബിൾ കോളേജിൽ പഠിക്കുന്ന സമയത്തൊക്കെ പെന്തക്കോസ്റ്റൽ മൂവ്മെൻറ്റിൻ്റെ 20th സെഞ്ച്വറിയിൽ ആരംഭിച്ച, ഇന്നേക്ക് ഏകദേശം 100 വർഷങ്ങൾക്ക് പുറകിൽ ആരംഭിച്ച ഉണർവാണ് ഇന്ന് വേൾഡ് അറിയപ്പെടുന്ന ഒരു പെന്തക്കോസ്റ്റൽ മൂവ്മെൻറ്റ്. അന്യഭാഷ ആരാധന, പരിശുദ്ധാത്മാവിൻ്റെ നിറവ്, അതുപോലെ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, ഇതെല്ലാം ഒരു ചർച്ച് ഹിസ്റ്ററിയുടെ ഒരു കാത്തലിക്സ് ആൻഡ് ഇവാഞ്ചലിക്കൽ മൂവ്മെൻറ്റ്സുകളുടെ അവസാനത്തിൽ സഭകൾ പലപ്പോഴും ആരാധനകളെ ഒരു ട്രഡീഷണലായി കണ്ടുകൊണ്ടിരുന്ന ഒരു സമയത്താണ് ഈ വെയിൽസിലെ റിവൈവൽ പൊട്ടിപ്പുറപ്പെടുന്നത്. അതും ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം എന്ന പോലെ അന്യഭാഷാ ഭാഷണത്തോടെ ആരംഭിക്കുന്ന ഉണർവ്. അതിന് ഈ ദേശം, ഈ വെയിൽസ് പോലെയുള്ള ദേശങ്ങൾ, ഇംഗ്ലണ്ടിൻ്റെ പല ദേശങ്ങളിലും ഹോളിസ്റ്റിക് മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞ മൂവ്മെൻറ്റ് ആരംഭിക്കുകയും ഈ ഉണർവൊക്കെ നടക്കുന്ന ചില വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പലരും തിരിച്ചു ദൈവത്തിലേക്ക് മടങ്ങി വരണം, ദൈവത്തിൻ്റെ വിശുദ്ധിയിലേക്ക് മടങ്ങി വരണം, ലോകത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ജീവിതത്തിലേക്ക് മടങ്ങി വരണം, വിശുദ്ധിയിലേക്ക് മടങ്ങി വരണം. എന്നാൽ ടീച്ചിങ്ങുകൾ ആരംഭിക്കപ്പെടുവാനും അങ്ങനെയുള്ള ഗ്യാതറിങ്സുകളും ഇടയ്ക്ക് പല സ്ഥലങ്ങളിലായി ആൾക്കാർ കൂടിയിരുന്ന് അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തു. അങ്ങനെയുള്ള പ്രാർത്ഥനകളുടെയൊക്കെ റിസൾട്ട് എന്ന പോലെയാണ് ഈ വെയിൽസിലെ റിവൈവൽ പൊട്ടിപ്പുറപ്പെടുന്നത്. അതിന് കാരണക്കാരനായി തീർന്നത് ഹെൻറിയുടെയും ഹന്നായുടെയും മകനായി, ഹെൻറി ഹന്ന ദമ്പതികളുടെ മകനായി ജനിച്ച ഇവാൻ റോബർട്ട്സ് എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരനിലൂടെയാണ് ഈ ഉണർവ് സംഭവിച്ചത്. ഇവാൻ റോബർട്ട്സിൻ്റെ അപ്പൻ കൽക്കരി തൊഴിലാളിയാണ്. ഈ ദേശമൊക്കെ ഒത്തിരി കൽക്കരി ഖനികളുള്ള സ്ഥലമാണ്. ഇവിടുത്തെ ജനങ്ങളെല്ലാം അതിലാണ് ഉപജീവനം നയിച്ചുകൊണ്ടിരിക്കുന്ന ജനവും മദ്യപാനവും ക്രൂരമായ ജീവിത രീതികളും പബ്ബുകളും ക്ലബ്ബുകളും ഒക്കെ കൊണ്ട് അവർ ജീവിക്കുന്ന ജീവിതത്തിൻ്റെ സമ്പത്ത് മുഴുവൻ ഇങ്ങനെയുള്ള കുടുംബസമാധാനമില്ല, സ്വസ്ഥതയില്ല, മയക്കുമരുന്നുകൾ, ഡ്രഗ്സുകൾ, സാമ്പത്തിക ഞെരുക്കങ്ങൾ, അങ്ങനെയൊക്കെയുള്ള ജീവിത രീതികൾ നയിച്ചുകൊണ്ടിരുന്ന ഒരു ദേശം. ക്രിമിനൽസ് അധികമായി വാഴുന്ന, ജയിലറകൾ നിറഞ്ഞു കവിയുന്ന, ന്യായാധിപന്മാർക്ക് സ്വസ്ഥതയില്ലാത്ത ഒരു കാലഘട്ടത്തിൽ, പാപം പെരുകിയിരിക്കുന്ന ആ കാലഘട്ടത്തിൽ ഇവാൻ റോബർട്ട്സും തൻ്റെ 11ാമത്തെ വയസ്സിൽ തന്നെ പഠനം പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. അപ്പന് പറ്റിയ ഒരു ആക്സിഡൻറ്റിൽ അപ്പനെ സഹായിക്കാൻ ഖനി മേഖലയിലേക്ക് ഇറങ്ങേണ്ടി വന്നു. അവിടെ ഇരിക്കുമ്പോഴാണ് താൻ വേദപുസ്തകം അധികം വായിക്കാനും പഠിക്കാനും പ്രാർത്ഥിക്കാനും തുടങ്ങുക. അതോടൊപ്പം തന്നെ ചില ഈ ഹോളിനെസ് പ്രയറുകളിലൊക്കെ അറ്റൻഡ് ചെയ്യുന്നത് മുഖാന്തരം തനിക്ക് തൻ്റെ ദേശത്തിലൊരു ഉണർവുണ്ടാകണം, ജനത്തിന് മാറ്റമുണ്ടാകണം, മാനസാന്തരം ഉണ്ടാകണം. ഇത് തൻ്റെ ഹൃദയത്തിലെ വലിയ ആഗ്രഹമായിരുന്നു. ആ ആഗ്രഹത്തിൻ്റെ ഫലമായി താൻ ചർച്ചിലെ ആക്ടിവിറ്റീസുകളിലെല്ലാം താനൊരു മെത്തഡിസ്റ്റ്, കാൽവിനിക് മെത്തഡിസ്റ്റ് ചർച്ചിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഈ ചാപ്പലുകളിൽ ആൾക്കാരെ കൂട്ടുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു. എന്നാൽ 1904 അദ്ദേഹം ഒരു കൂട്ടം ചെറുപ്പക്കാരുമായി ഈ ഹോളിനകത്ത് വന്നു. ഇതിനകത്ത് അവരോട് ആവശ്യപ്പെട്ടു, നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം, ഒരു പരിശുദ്ധാത്മാവിൻ്റെ മൂവ്മെൻറ്റിന് വേണ്ടി പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിന് മാത്രമേ ഈ ഒരു ചലനം ജീവിതത്തെ, ലോകത്തെ മാറ്റാൻ കഴിയും. അങ്ങനെ ആരംഭിച്ച ആ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ ചാപ്പലിനകത്ത് വെച്ച് ആ ചെറുപ്പക്കാരുടെ മേലും ഇവാൻ റോബർട്ട്സിൻ്റെ മേലും ദൈവാത്മാവിൻ്റെ ശക്തമായ ഇടപെടലുണ്ടാകുകയും അവർ പരിശുദ്ധാത്മാവിൽ ആരാധിക്കാൻ തുടങ്ങി, പാട്ടുപാടാൻ തുടങ്ങി, പുതിയ പാട്ടുകൾ വെളിപ്പെടാൻ തുടങ്ങി. ഈ ഹോള് നിറഞ്ഞു കവിഞ്ഞ് ജനം വർദ്ധിച്ചു വന്നു. അപ്രകാരം അടുത്ത ചാപ്പലിലേക്ക്, വലിയ ചാപ്പലിലേക്ക് അത് മാറ്റി, അതും നിറഞ്ഞു കവിഞ്ഞു. അങ്ങനെ ഈ 18 മാസത്തിനകത്ത് ഏകദേശം 10,000-ഓളം പേർ രക്ഷിക്കപ്പെടുവാൻ, ദൈവത്തെ അറിയുവാൻ, പരിശുദ്ധാത്മാവിൻ്റെ നിറവ് പ്രാപിപ്പാനിടയായി. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പാപികൾ കൂട്ടമായി മാനസാന്തരം. ഞാൻ അറിഞ്ഞത് ഇതുവഴി ആൾക്കാർ സഞ്ചരിക്കുമ്പോൾ തന്നെ അവർ പാപബോധത്തിൽ നിലവിളിച്ച് ഈ ചാപ്പലിനകത്തേക്ക് കയറുകയും
അവർ കർത്താവിനെ രക്ഷകനായി സ്വീകരിക്കുകയും ഒരു ക്രിസ്ത്യൻ മൂവ്മെൻറ്റിൻ്റെ ശക്തമായൊരു മൂവ്മെൻറ്റായി ഇത് ലോകം മുഴുവൻ പൊട്ടിപ്പുറപ്പെടുവാൻ ഇടയാക്കി. ഇവാൻ റോബർട്ട്സ് ആ 18 മാസവും ഈ വെയിൽസിലെ വിവിധ ഇടങ്ങളിൽ ശുശ്രൂഷിച്ചു, വിവിധ കൂട്ടായ്മകളിൽ പ്രസംഗിച്ചു. എല്ലായിടത്തും ജനം കൂട്ടം കൂട്ടമായി രക്ഷയുടെ ഭാഗത്തേക്ക് കടന്നു വരുവാനാണ്. ഒരു ചെറുപ്പക്കാരനെ, ഒരു 26 വയസ്സുകാരനായ ഒരു ചെറുപ്പക്കാരൻ്റെ ഹൃദയത്തിലെ വലിയൊരു ആഗ്രഹമാണ് ദൈവം സാധിപ്പിക്കുകയും അത് ഇന്ന് ലോകം മുഴുവൻ പുറപ്പെട്ട പെന്തക്കോസ്റ്റ് മൂവ്മെൻറ്റ്. ഇതിൻ്റെയൊക്കെ ഒരു ഭാഗമാണ് അമേരിക്കയിലെ കാലിഫോർണിയയിൽ നടന്ന അസൂസ സ്ട്രീറ്റിൽ നടന്ന ശക്തമായ റിവൈവൽ. അവിടെ അന്യഭാഷാ ഭാഷണത്തോടുകൂടി ആ ഉണർവ് ലോകം മുഴുവൻ പൊട്ടിപ്പുറപ്പെടുവാൻ അതും കാരണമായി. ഒരേ സമയങ്ങളിലുണ്ടായ 20ാം നൂറ്റാണ്ടിൻ്റെ ആരംഭങ്ങളിലുണ്ടായ ഈ ഉണർവാണ് ഇന്ന് നമ്മൾ കേൾക്കുന്ന പെന്തക്കോസ്റ്റ് മൂവ്മെൻറ്റായി അന്യഭാഷാ ഭാഷണവും രോഗശാന്തിയും കൃപാവരങ്ങളും പൊട്ടിപ്പുറപ്പെടുന്ന ആദ്യ നൂറ്റാണ്ടിലെ അനുഭവത്തിലേക്ക് മടങ്ങി വരാൻ കാരണമായിട്ട് ആ ഒരു സ്ഥലത്ത് നിന്നുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പ്രസംഗിക്കുന്നത്. ഒന്നുകൂടി ഞാൻ പറയട്ടെ, ഞാൻ കേട്ടത് ഒരിക്കൽ അമേരിക്കയിൽ നിന്നൊരു കൂട്ടം പേർ ഈ സ്ഥലം സന്ദർശിച്ച് ഒരു കൂട്ടം ചെറുപ്പക്കാർ അവരുടെ കോളേജിൽ നിന്ന് വന്നത്. ഇവിടെ നിന്ന് അവർ ഇറങ്ങുമ്പോൾ അതിൽ ഒരാളിനെ 19ാമത്തെ ഒരുവനെ കാണാനില്ല. അവർ എല്ലാവരും അന്വേഷിച്ചു, മണിക്കൂറുകൾ വെയിറ്റ് ചെയ്തു. അവസാനം വന്നു നോക്കുമ്പോൾ ഇവാൻ റോബർട്ട്സ് പ്രാർത്ഥിച്ച പായിലിരുന്നു കൊണ്ട് മുട്ടുമടക്കി ആ ഒരു ചെറുപ്പക്കാരൻ പ്രാർത്ഥിക്കുകയാണ്, എനിക്കും ഈ റിവൈവൽ വേണം. നിങ്ങൾക്കറിയാമോ, ആ വ്യക്തിയുടെ പേരാണ് ബില്ലി ഗ്രഹാം. അമേരിക്കയെ മുഴുവൻ പിടിച്ചു കുലുക്കിയ റിവൈവലിസ്റ്റായി, ഇവാഞ്ചലിസ്റ്റായി, ഉണർവ് പ്രാസംഗികനാക്കി അദ്ദേഹത്തെ ദൈവം മാറ്റി. അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു, ഈ അന്ത്യകാലത്തിൻ്റെ ഉണർവിലേക്ക് ദൈവം നമ്മളെയും ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. 100 വർഷത്തെ പഴക്കമല്ല ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ഇതാ നമ്മൾ പ്രാപിക്കാൻ പോകുന്നത് ഒരു ലേറ്റർ റെയിൻ, അന്ത്യകാലത്തിൻ്റെ ഉണർവ് നമ്മളിലൂടെ കർത്താവ് ചെയ്യാൻ പോവുകയാണ്. ലോകരാജ്യങ്ങളെ പിടിച്ചു കൊടുക്കുന്ന, കർത്താവിൻ്റെ വരവിന് മുമ്പായി സംഭവിക്കാൻ പോകുന്ന ലോകത്തെ മുഴുവൻ, അന്ന് 10,000 ആണെങ്കിൽ ലക്ഷക്കണക്കിന് ജനങ്ങളെ, കോടിക്കണക്കിന് ജനങ്ങളെ ക്രിസ്തുവിലേക്ക് ആനയിക്കുവാൻ പോകുന്ന അന്ത്യകാലത്തിൻ്റെ റിവൈവൽ നിശ്ചയമായും സംഭവിക്കപ്പെടാൻ പോവുകയാണ്. അതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടക്കുകയാണ്. ലോകത്തിൻ്റെ വിവിധ മേഖലകളിൽ ഇവാൻ റോബർട്ട്സിനെ പോലെയുള്ള ഈ റിവൈവലിസ്റ്റുകൾ, അദ്ദേഹത്തിൻ്റെ കല്ലറയിൽ എഴുതി വച്ചിരിക്കുന്നത് അപ്പോസ്തലൻ എന്നല്ല, പാസ്റ്റർ എന്നല്ല, അദ്ദേഹത്തിൻ്റെ കല്ലറയിൽ അഡ്രസ്സ് ചെയ്തിരിക്കുകയാണ് റിവൈവലിസ്റ്റ്, ഉണർവിൻ്റെ വക്താവ് എന്ന് എഴുതി വച്ചിരിക്കുന്നു. മൊറായ ചാപ്പൽ എന്ന് പറഞ്ഞ ആ ചാപ്പലിനകത്താണ് നിൽക്കുന്നത്. ഇവിടെയാണ് പെന്തക്കോസ്റ്റിൻ്റെ റിവൈവൽ സ്റ്റാർട്ട് ചെയ്ത മെയിൻ ചാപ്പലായത്. ഇതിൻ്റെ തൊട്ടടുത്ത് ഒരു ചെറിയ ചാപ്പലുണ്ട്. അവിടെയാണ് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ആദ്യം ഇറങ്ങുകയും അത് വലിയൊരു ലാർജ് ഗ്രൂപ്പായിട്ട് മാറുകയും 1000ങ്ങളും 10,000ങ്ങളുമായിട്ട് മാറിയ ഒരു ചാപ്പലിൽ നിന്നുകൊണ്ടാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. ആ റിവൈവലിന് നേതൃത്വം നൽകിയ ഇവാൻ റോബർട്ട്സ് എന്ന് പറയുന്ന വ്യക്തി ആദ്യം പ്രീച്ച് ചെയ്ത ഒരു പുൾപിറ്റാണ് ഈ കാണുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ വലിയ ശക്തി ഇറങ്ങിയ ഒരു സ്ഥലമാണിത്. ഈ ജസ്റ്റ് ഒരു മീറ്റിംഗ് പോലെ തുടങ്ങിയിട്ട് ആ മീറ്റിംഗ് അവസാനിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പരിശുദ്ധാത്മാവിൻ്റെ വലിയ ശക്തി അവിടെ ഇറങ്ങുകയും 1000ങ്ങൾ 10,000ങ്ങളായിട്ട് കൂടുകയും അങ്ങനെ 18 മാസത്തോളം ആ ഒരു മീറ്റിംഗ് കണ്ടിന്യൂ ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ഇവാൻ റോബർട്ട്സിനെ അടക്കിയിരിക്കുന്ന സ്ഥലത്താണ്. അദ്ദേഹത്തിൻ്റെ മാത്രമല്ല, അവരുടെ ഫാമിലി കല്ലറയാണ് നമുക്ക് ഈ കാണാൻ കഴിയുന്നത്. ഇവാൻ റോബർട്ട്സിൻ്റെ പിതാവും മാതാവും അടക്കിയിരിക്കുന്ന സ്ഥലം, അതുപോലെ തന്നെ സിസ്റ്ററും ബ്രദറിൻലോയും അടക്കിയിരിക്കുന്ന ബ്രദേഴ്സും അവരുടെ ഒരു ഫാമിലി 8ഓളം പേരെ ഈ കല്ലറയ്ക്കകത്ത് അടക്കിയിരിക്കുകയാണ്. ഇതൊരു ആ ചർച്ചിൻ്റെ റിവൈവൽ നടന്ന ചർച്ചിൻ്റെ പുറകിലായി കാണുന്ന സെമിട്രിയാണ്. അവിടെയാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. അദ്ദേഹത്തെ റവറൻറ്റ് എന്ന സൈനല്ല കൊടുത്തിരിക്കുന്നത്, ഉണർവിൻ്റെ വക്താവ്. അങ്ങനെയുള്ള ദൈവത്താൽ പ്രയോജനപ്പെടുന്ന റിവൈവലിസ്റ്റുകൾ ലോകം മുഴുവൻ ഈ കാലഘട്ടത്തിൽ എഴുന്നേൽക്കും. ഡെഫിനറ്റായി ദൈവം അന്ത്യകാലത്തിൻ്റെ ഉണർവ് നമ്മുടെ കൺമുമ്പിൽ തന്നെ, നമ്മളിലൂടെ തന്നെ ചെയ്യുവാൻ ദൈവം ഇടയാക്കും. ഗാഡ് ബ്ലെസ് യു. അതിനുവേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ,